ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ രുചികരമായ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചക്കക്കുരു എരിശ്ശേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം നോക്കാം. ഇവിടെ കുറച്ച് ചക്കക്കുരു നന്നായിട്ട് പുറന്തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി വേണം. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും വേണം. പിന്നെ തേങ്ങ ചിരകിയത് വേണം. ഇത് 1 മുറിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ഇതുപോലുള്ള നാടൻ വിഭവങ്ങൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. ഇനിയൊരു പാത്രത്തിലേക്ക് ഈ ചക്കക്കുരു മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ ചക്കക്കുരു വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് അരച്ചെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് അരഞ്ഞാൽ മതി. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിനാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. നമ്മുടെ നേരത്തെ വെച്ചിരുന്നില്ലേ ചക്കക്കുരു, അത് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു ചക്കക്കുരു കൂട്ടാനാണിത്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. ചക്കക്കുരു നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുചൂടുവെള്ളം കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിനി നന്നായി ഒന്ന് തിളച്ച് വരണം. ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചക്കക്കുരു എരിശ്ശേരിയിലേക്ക് കടുക് വറുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഒരു ചക്കക്കുരു എരിശ്ശേരിയാണ്. അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ ഒരു ചക്കക്കുരു കൂട്ടാൻ തന്നെ മതി നമുക്ക് ചോറുണ്ണാൻ. അത്രയ്ക്ക് രുചികരമായൊരു കൂട്ടാനാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കുക.
നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി.